നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും. ഇത്തവണ നായകനും വില്ലനുമായിട്ടാണ് എത്താൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു ചിത്രത്തിന്റെ കൂടുതൽ വ്യക്തത വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പോക്കിരി രാജ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം മമ്മൂക്കയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ട് വന്നതോടുകൂടി ആരാധകർ ആവേശത്തിലാണ്. നവാഗത സംവിധായകൻ ഒരുക്കുന്ന ത്രില്ലർ ചിത്രത്തിൽ നായകനും വില്ലനുമായിട്ടാണ് ഇരുവരും ഒന്നിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻഡ്രൂ ജോസഫ് ആയിരിക്കും ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിനു മുമ്പ് മമ്മൂക്കയെ നായകനാക്കിയും പൃഥ്വിരാജിനെ വില്ലനാക്കിയും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിത്രം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അപ്ഡേറ്റുകളൊന്നും ആ ചിത്രത്തെ പറ്റി വന്നിരുന്നില്ല. മമ്മൂക്ക അതിഥിവേഷത്തിലെത്തിയ വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പൃഥ്വിരാജും മമ്മൂക്കയും ആദ്യമായി ഒന്നിച്ചത്. പിന്നീട് മമ്മൂക്ക നായകനായി എത്തിയ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലും പൃഥ്വിരാജ് അതിഥിവേഷത്തിലെത്തിയിരുന്നു. നിലവിൽ ടെർബോ എന്ന വൈശാഖ് ചിത്രമാണ് മമ്മൂക്കയുടേതായി തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 13 തീയതിയാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യുക. തെലുങ്ക് താരം സുനിൽ, കന്നഡ താരം രാജ്പി ഷെട്ടി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്, പ്രധാന വേഷത്തിൽ തന്നെ. പൃഥ്വിരാജ് ആകട്ടെ ആടുജീവിതത്തിനു ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രമാണ് പൃഥ്വിയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം. ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ തുടങ്ങിയവരാണ് ആ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. എന്തായാലും 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.